പേൾ ക്രീം ഷെയ്ഡിൽ മൽച്ചന്തേരി ഫാബ്രിക്കിൽ ആപ്ലിക്കോക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. സ്കാലപ്പിലാണ് ബോർഡർ വരുന്നത്. ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. ആ ഒരു പേൾ ക്രീമിൽ തന്നെ ആയിരിക്കും ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് ഡബിൾ സൈഡിലും സ്കാലപ്പിലായിരിക്കും ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് പല്ലു. ഫുൾ ആപ്ലിക്കോക്കിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരെ. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. സാരി ഫാബ്രിക് പറയുകയാണെങ്കിൽ മൽച്ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് പറയും. ഇതാണ് ആ ഒരു ബോഡിയിൽ വരുന്ന എംബ്രോയിഡറി വർക്ക് പേൾ ക്രീമിൽ തന്നെ. ഈ ഒരു പാറ്റേണിലുള്ള വർക്ക് വന്നിട്ട് ബോർഡർ വരുന്നത് സ്കാലപ്പിലായിരിക്കും. എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പിലാണ്. മുന്താണി ഈ ഒരു പാറ്റേണിൽ നല്ലൊരു ഗോൾഡൻ സെറി വുവൺ സ്റ്റൈലിൽ ആപ്ലിക്കോക്കിലായിരിക്കും ഫ്ലോറൽ വർക്കിൽ സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് മുന്താണിയുടെയും ആ എഡ്ജ് വരുമ്പോൾ സ്കാലപ്പിൽ തന്നെ ആയിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. സോഫ്റ്റ് മൽച്ചന്തേരി പേൾ ക്രീമിൽ അതേ പാറ്റേണിൽ തന്നെ ആ ഒരു സ്കാലപ്പ് ഫിനിഷിലുള്ള പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ വരുന്നത്. സെയിം ഫാബ്രിക്കും കളറും സെയിം തന്നെയാണ്. മൽച്ചന്തേരി സോഫ്റ്റ് മൽച്ചന്തേരിയിൽ പേൾ ക്രീമിൽ തന്നെയാണ് സാരി വന്നിരിക്കുന്നത്. ആ ഒരു ആപ്ലിക്കോക്കിന്റെ ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. സ്കാലപ്പിലും തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. ബോഡിയിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ബോർഡർ സെയിം പാറ്റേൺ. പല്ലു വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ മുന്താണി. ഫുൾ ആപ്ലിക്കോക്കിലാണ്. വീഡിയോയിൽ കുറച്ചൊരു ഗ്ലോസി ആയിട്ട് തോന്നും. മാറ്റ് ഫീലിലാണ് ആപ്ലിക്കോക്ക് വരുന്നത് കേട്ടോ. ഇതാണ് മുന്താണിയുടെ ആ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ ആപ്ലിക്കോക്കിൽ തന്നെ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ആ ഒരു എഡ്ജ് വരുമ്പോൾ ഒരു സ്കാലപ്പിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ടർക്കിഷ് ഓർഗൻസ ആണ് നെക്സ്റ്റ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല ക്രഷ് ഫീലിൽ വന്നിരിക്കുന്ന ടർക്കിഷ് ഓർഗൻസയിൽ ഫുൾ ബോഡി ആപ്ലിക്കോക്കിലാണ് സാരി. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂ, നല്ലൊരു സീ ബ്ലൂ ആൻഡ് പൗഡർ ബ്ലൂ ബ്ലെൻഡഡ് ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത്. അതിൽ നല്ലൊരു സർക്കുലർ പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും കട്ട് വർക്കിലുമാണ് സാരി വന്നിരിക്കുന്നത്. ഇതായിരിക്കും കേട്ടോ സാരിയുടെ ഒരു ഫുൾ ലുക്ക് ഇങ്ങനെ വരും. ഫുൾ ബോഡി നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ എല്ലാം ആ ഒരു ഹാഫ് പോർഷനിൽ ഫുൾ അതേ കട്ട് വർക്കിൽ തന്നെയുള്ള ഒരു സർക്കുലർ മോട്ടീവ്സ് വന്നിട്ട് അതിന്റെ മിഡിൽ വരുമ്പോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരിക. നല്ല സോഫ്റ്റ് ടർക്കിഷ് ഓർഗൻസയാണ് സാരിയുടെ മെറ്റീരിയൽ. ഇതാണ് ആ കട്ട് വർക്ക്. ഞാൻ മണലയിൽ കാണിക്കും. ഇതാണ് ആ കട്ട് വർക്കിന്റെ പാറ്റേൺ ഇങ്ങനെ വരും. നല്ലൊരു സർക്കുലർ പാറ്റേണിൽ മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും അതിന്റെ സെന്ററിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ ഒരു സ്കാലപ്പ് ഫിനിഷിലാണ് കട്ട് വർക്ക് വരുന്നത്. ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും കട്ട് വർക്ക് വരുന്നത്. ഫുൾ സാരി ബോഡി, മുന്താണി, ചെസ്റ്റ് പോർഷൻ എല്ലാം ഈ ഒരു കട്ട് വർക്കിൽ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ തന്നെ ആയിരിക്കും വരിക. ആ ഒരു ബോർഡർ വരുമ്പോൾ കട്ട് വർക്കിൽ തന്നെ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഞാനിപ്പം സാരി ഇറക്കിയിട്ടിരിക്കുന്നതാണ് ഇവിടുന്ന് വരുന്നത് കേട്ടോ. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് സാരി. മുന്താണി സെയിം സ്റ്റൈൽ, സോഫ്റ്റ് ടർക്കിഷ് ഓർഗൻസ വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം അതേ കട്ട് വർക്ക് പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നത്. കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇത് വരുന്ന നല്ലൊരു അക്വാ ഗ്രീൻ ആണ്. നല്ലൊരു സീ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ ഒരു അക്വാ ഗ്രീനിൽ തന്നെ ആയിരിക്കും ആ ഒരു കട്ട് വർക്ക് വന്നിട്ട് അതിൻ്റെ മിഡിൽ വരുമ്പോൾ സെയിം അതേ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. സോഫ്റ്റ് ടർക്കിഷ് ഓർഗൻസയാണ് സാരിയുടെ മെറ്റീരിയൽ വിത്ത് കട്ട് വർക്ക് ബോർഡർ വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. നല്ലൊരു അക്വാ ഗ്രീൻ. പല്ലു സെയിം സ്റ്റൈൽ വിത്ത് ബ്ലൗസ്. ഫാബ്രിക്കും കളറും എല്ലാം സെയിം തന്നെ. സോഫ്റ്റ് ടർക്കിഷ് ഓർഗൻസ് തന്നെയാണ്. അക്വാ ഗ്രീൻ തന്നെയാണ് സാരിയുടെ കളർ വരുന്നത്. ആ ഒരു കട്ട് വർക്കിന്റെ പാറ്റേൺ ഉണ്ടല്ലോ അതിലൊരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ മുൻപത്തെ സാരിയിൽ നല്ലൊരു ക്ലീൻ സർക്കിൾ ആയിരുന്നു ആ ഒരു കട്ട് വർക്ക് വരുന്നത്. ഇതിൽ വരുമ്പോൾ നല്ലൊരു ഓവൽ ഷേപ്പിലാണ് കട്ട് വർക്ക് വരുന്നത്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെ. ഫുൾ ബോഡി ആ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് കട്ട് വർക്ക് വരുന്നത് ഓവൽ ഷേപ്പിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. ക്രഷ് ടർക്കിഷ് ഓർഗൻസയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് വിത്ത് കട്ട് വർക്ക് ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആയിട്ട് തന്നെ ആയിരിക്കും എല്ലാ സാരീസിനും ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി ഫാബ്രിക്കും പാറ്റേൺ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സിൽക്ക് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. പ്യുവർ ലിനനും സിൽക്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കളർ പറയുകയാണെങ്കിലും സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. അതിൽ നല്ലൊരു ഓഫ് വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. നല്ല റിച്ച് ആയിട്ട് തിക്കായിട്ടുള്ള പാറ്റേണിലാണ് ലോവർ ബോർഡറിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഇതായിരിക്കും ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഫുൾ സാരി വിത്ത് സിമ്പിൾ ബോർഡർ, 1 ഇഞ്ചിലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ലോവർ ബോർഡർ വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. പ്യുവർ സിൽക്ക് ലിനൻ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് കേട്ടോ ബോഡി വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു ഓഫ് വൈറ്റ് ത്രെഡിന്റെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. ലോവർ ബോർഡർ വരുമ്പം ഇതാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു പേസ്ലി ഡിസൈൻസിലുള്ള വർക്ക് വന്നിട്ട് ആ ഒരു 1 ഇഞ്ച് ബോർഡർ ആണ് സാരിക്ക് അപ്പുറം ലോവറും വരുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും.
മുന്താണി സിമ്പിൾ ആ ഒരു ഗോൾഡൻ സെറി വുവൺ ഒരു വി പാറ്റേൺ ഉള്ള ഷോർട്ട് പല്ലു ആണ് സാരിക്ക് വരുന്നത്. ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്താണിയിൽ വരുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഗോൾഡൻ സെറി ലൈൻസ് വരുന്നുണ്ട് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും, വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് വരും. നെക്സ്റ്റ് സാരിയും ഫാബ്രിക് സെയിം തന്നെ, പ്യുവർ സിൽക്ക് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു സോഫ്റ്റ് കളറിലാണ്, പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിലൊരു മസ്റ്റേർഡ് യെല്ലോയിലാണ് ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ്. നല്ലൊരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വീവ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഇതിനും ബോർഡർ വരുന്നുണ്ട്, സിമ്പിൾ മാറ്റ് സിൽവറിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഒരു മാറ്റ് സിൽവറിലുള്ള ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. അതുകൊണ്ട് തന്നെ ആ സിൽവർ ജെറി വീവിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയും വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഫുൾ അതേ ത്രെഡ് വർക്ക് വന്നിട്ട് ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക. മുകൾ ഭാഗം പ്ലെയിൻ ആയിരിക്കും. നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സിൽവർ ജെറിയിലുള്ള ഷോർട്ട് പല്ലു. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് വിത്ത് ആ സിൽവർ ബോർഡർ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് സാരി നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. മൽച്ചന്തേരി തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിലൊരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. ഒരു വെർട്ടിക്കലായിട്ട് ടിഷ്യൂ ലൈൻസ് ആണ്, വി പാറ്റേണുള്ള ലൈൻസ് വന്നിട്ട് നല്ല കളർ കോമ്പിനേഷനിലാണ് സാരി കേട്ടോ. ഇതിൽ മസ്ലിൻ ആപ്ലിക് വർക്കിന്റെ പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്കും ഡീറ്റെയിലിംഗ് എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ നല്ലൊരു കോറൽ പിങ്ക് ആണ്. കോറൽ പിങ്കും ഒരു പേൾ ക്രീമും കൂടെയുള്ള കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ഫുൾ വെർട്ടിക്കൽ ഒരു ടിഷ്യൂലുള്ള ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് ഫുൾ ബോഡി ഈ ഒരു പാറ്റേൺ ആ ഒരു കോറൽ പിങ്കിൽ തന്നെയായിരിക്കും. സ്കാലപ്പിലെ ബോർഡർ വന്നിട്ട് മസ്ലിൻ ആപ്ലി കട്ട് വർക്ക് ആണ് സാരി വരുന്നത്. ഇതാണ് ഇതിപ്പോൾ 1 ലെയറിലാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേണിലാണ് ഒരു മസ്ലിൻ കട്ട് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോർഡറും നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ആ ഒരു സ്കാലപ്പ് ഫിനിഷിൽ ആ ഒരു എംബ്രോയിഡറി വർക്കിലാണ് സാരിയുടെ ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കലായിട്ട് ലൈൻ പാറ്റേൺസ് ആണ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഒരു പേൾ ക്രീമും ഗോൾഡും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ആ ഒരു ലൈൻസ് വരുന്നത്. ഫാബ്രിക് മൽച്ചന്തേരിയാണ്. അതിലേക്ക് ടിഷ്യൂവിലുള്ള ആ ഒരു വീവ് പാറ്റേൺസ് വരുന്നുണ്ട് വെർട്ടിക്കലായിട്ട്. അതിലാണ് ഈ മസ്ലിൻ ആപ്ലി കട്ട് വർക്കും അതിൽ നല്ലൊരു ഡിഫറെന്റ് ലുക്കിലുള്ള ബോർഡറും വരുന്നുണ്ട്. മുന്താണി ഷോർട്ട് പല്ലു ആണ് സാരി വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലാട്ടോ. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു പാറ്റേൺ ആയിരിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 1 ലെയറിൽ ഇതാണ് സാരിയുടെ ആ ഒരു ഫോളിങ്ങിന് വരും. നല്ലൊരു പാർട്ടി വെയർ സാരിയാണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരി. ഷോർട്ട് പല്ലു ടിഷ്യൂല് തന്നെയായിരിക്കും. സാരിയിലെ മുന്താണി വന്നിട്ട് ആ മുന്താണിയിലും ആ ഒരു മസ്ലിൻ ആപ്ലി കട്ട് വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണാണ് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. തിൻ ലൈൻസിലാണ്, തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും വിത്ത് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഒരു സെമി ജൂട്ട് വീവിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് സെമി ടെസറാണ് അടുത്ത സാരിയുടെ ഫാബ്രിക്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ്, ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വന്നത്. പക്ഷെ കണ്ടാൽ നമുക്കൊരു ഫാബ്രിക് പെയിന്റഡ് ഡിസൈൻസ് പോലെ നമുക്ക് തോന്നും. ആ ഒരു പാറ്റേണിൽ ഫുൾ ബോഡിയിലും ആ ഒരു ലോവർ ഏരിയയിൽ ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് വെർട്ടിക്കൽ ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട് സാരിക്ക്. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ലാവൻഡർ ആണ്, ഒരു വയലറ്റ് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ്. അതിൽ വെർട്ടിക്കൽ ലൈൻസും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസും ആയിരിക്കും വരുന്നത്. ഇതാണ് ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ഇതിൽ ഈ ഒരു സ്റ്റൈലിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. നല്ലൊരു ഷൂ ഫ്ലവറിന്റെ പാറ്റേൺ, ചെമ്പരത്തി പൂവിന്റെ എല്ലാം പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട്. ത്രെഡ് വീവിലാണ് വുവൺ സ്റ്റൈലിൽ സാരിയുടെ ബോർഡർ വരുന്നുണ്ട്. 2 സൈഡും അപ്പറും ലോവറും വരുന്ന ഈ ഒരു പാറ്റേൺ തന്നെയാണ്. മുന്താണി വരുമ്പോൾ ഒരു ലൈറ്റ് കോൺട്രാസ്റ്റ് ടോണിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ബോഡി ഈ ഒരു കളറിൽ വന്നിട്ട് മുന്താണി ഈ ഒരു ടോണിലാണ് സാരിയുടെ കോൺട്രാസ്റ്റ് പല്ലു. അവിടെയും ആ ഒരു ത്രെഡ് വീവ് പാറ്റേണും ഫ്ലോറൽ ഡിസൈൻസും തന്നെയാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം ഇതേ ആ ഒരു വുവൺ ഡിസൈനിലായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഞാൻ 1 ലെയറിൽ കാണിക്കാം കേട്ടോ. സോഫ്റ്റ് ടെസറിന്റെ ആ ഒരു ഫീലാണ് വരുന്നത്. ഇത്രേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. ട്രാൻസ്പെറൻസി ഇല്ല മെറ്റീരിയലിന്. ഇതായിരിക്കും പാറ്റേൺ വരിക. അടുത്ത കളർ സെയിം പാറ്റേൺ തന്നെയാണോ. കളർ പറയുകയാണെങ്കിൽ പേർപ്പിൾ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം അതേ സ്റ്റൈലിൽ വെർട്ടിക്കൽ ഡിസൈൻസ്, ഫുൾ വെർട്ടിക്കൽ ഡിസൈൻസ് വന്നിട്ട് ആ ഒരു ത്രെഡ് വീവ് പാറ്റേണിലായിരിക്കും സാരിയുടെ ഒരു ബോർഡർ വരുന്നത്. ഇതായിരിക്കും നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു വർക്ക് വെയർ സാരിയാണ്. അതെല്ലാം നമുക്കൊരു ചെറിയ ഫംഗ്ഷന് വേണമെങ്കിൽ ഡ്രേപ്പ് ചെയ്യാം. ബോഡിയിൽ ആ ലോവർ പോർഷൻ വരുമ്പോൾ ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് ആയിരിക്കും. താഴെ ഭാഗത്ത് ഒരു പ്ലീറ്റ്സ് എല്ലാം വരുമ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരിക. മുന്താണി, ബ്ലൗസ്. അടുത്ത സാരി നല്ലൊരു ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെ, വെർട്ടിക്കൽ ആയിട്ട് തന്നെ ഒരു വുവൺ പാറ്റേൺ വിത്ത് ഫ്ലോറൽ ഡിസൈൻസ്, ത്രെഡ് വീവ് പാറ്റേണിലായിരിക്കും 2 സൈഡിലും ബോർഡർ വന്നിട്ട്. സെയിം സ്റ്റൈൽ പല്ലു ആൻഡ് ബ്ലൗസ്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്ന ഒരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ലൈറ്റർ പീച്ച് ടോൺ, സെയിം സ്റ്റൈൽ അതേ വെർട്ടിക്കൽ സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട്. മുന്താണി, ബ്ലൗസ്.
അടുത്ത കളർ നല്ലൊരു ബർഗണ്ടിയും ബ്രൗണും കൂടി കോമ്പിനേഷനാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയുണ്ട്. എല്ലാ സാരീസും ഒരേ പാറ്റേൺ തന്നെയാണ്. അതേ ആ വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ട് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതിന്റെ ഒരു ഫീല് പറയുകയാണെങ്കിൽ ഒരു ഫാബ്രിക് പെയിന്റ് ഫീലിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റാണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ത്രെഡ് വി പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. അതേ ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് സാരിയുടെ മുന്താണി വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. ഇതൊരു ഗ്രീനിഷ് ഗ്രേ ആണ്. ഗ്രീനും ഗ്രേയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ അതേ വെർട്ടിക്കൽ ലൈൻ പാറ്റേൺ വിത്ത് ഫ്ലോറൽ ഡിസൈൻസ് ത്രെഡ് വി പാറ്റേണിലെ ബോർഡർ വന്നിട്ട് റണ്ണിങ് പല്ലു ബ്ലൗസ്.